ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. നന്മയും സമൃദ്ധിയും നിറഞ്ഞ നല്ല നാളുകളുടെ ഓർമ്മകൾ പുതുക്കി തിരുവോണം ആഘോഷിച്ച് ലോകമെമ്പാടുമുള്ള മലയാളികൾ. ഖേലോ ഇന്ത്യ ഡയലോഗിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വീഡിയോ കോൺഫറൻസിലൂടെ അഭിസംബോധന ചെയ്യും. നേപ്പാളിൽ മിന്നൽ പ്രളയം, കാണാതായവരിൽ 100-ലധികം ഇന്ത്യക്കാരും. എല്ലാ സഹായവും വാഗ്ദാനം ചെയ്ത് ഇന്ത്യ. രാജ്യത്ത് H1N1 രോഗബാധ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ജാഗ്രതാ നിർദ്ദേശവുമായി IMA. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ മഴ മുന്നറിയിപ്പ് തുടരുന്നു. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഇന്ത്യയ്ക്കെതിരായ 2ാം ടെസ്റ്റ് ക്രിക്കറ്റിൽ ഫോളോ ഓൺ ചെയ്ത് ശ്രീലങ്കയ്ക്ക് 6 വിക്കറ്റ് നഷ്ടം. വാർത്തകൾ വിശദമായി. നന്മയും സമൃദ്ധിയും നിറഞ്ഞ നല്ല നാളുകളുടെ ഓർമ്മകൾ പുതുക്കി തിരുവോണം ആഘോഷിച്ച് ലോകമെമ്പാടുമുള്ള മലയാളികൾ. പഴമയുടെ തനിമയും പുതുമയുടെ നിറവും ചേർത്ത് സന്തോഷത്തിന്റെയും ഐശ്വര്യത്തിന്റെയും തിരുവോണത്തെ മലയാളികൾ വരവേറ്റു. കുടുംബാംഗങ്ങളുടെയും സുഹൃത്തുക്കളുടെയും ഒത്തുചേരലിനും തിരുവോണം അവസരമൊരുക്കി. സംസ്ഥാനമെമ്പാടും വിപുലമായ ഓണാഘോഷങ്ങൾ നടക്കുമ്പോൾ പ്രധാന നഗരങ്ങളും ഗ്രാമങ്ങളും ഒരേപോലെ ആഘോഷത്തിലാണ്. വിഭവസമൃദ്ധമായ ഓണസദ്യയ്ക്കു ശേഷം ബന്ധുക്കളുടെ വീടുകൾ സന്ദർശിച്ചും ഓണത്തിന്റെ സന്തോഷം പങ്കുവച്ചുമാണ് മലയാളികൾ തിരുവോണം കെങ്കേമമാക്കുന്നത്. തൃക്കാക്കര തിരുവാമനമൂർത്തി ക്ഷേത്രത്തിൽ 10 ദിവസമായി നടന്നുവരുന്ന തിരുവോണ മഹോത്സവത്തിന് ഇന്ന് സമാപനം. 9 ആനകളുടെ അകമ്പടിയോടെയുള്ള ആറാട്ടെഴുന്നള്ളിപ്പ് ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. രാത്രി 11-ന് എതിരേൽപ്പ് നടക്കും. തുടർന്ന് വർണ്ണാഭമായ വെടിക്കെട്ടോടെ ഉത്സവം കൊടിയിറങ്ങും. സദ്യയും നാടൻ കളികളുമായി തിരുവോണത്തെ ആഘോഷമാക്കി മാറ്റി തിരുവനന്തപുരം നിവാസികൾ. ഗ്രാമങ്ങളിലെ ക്ലബ്ബുകളിലെയും മറ്റും ഓണാഘോഷമാണ് ഏറ്റവും ശ്രദ്ധേയമായത്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്. നഗര-ഗ്രാമീണ വ്യത്യാസമില്ലാതെ തിരുവോണം ആഘോഷിക്കുകയാണ് തിരുവനന്തപുരത്തെ ജനങ്ങൾ. രാവിലെ ഇടയ്ക്ക് മഴ പെയ്തെങ്കിലും അതിനെയെല്ലാം അവഗണിച്ചായിരുന്നു നാട്ടിൻപുറങ്ങളിലെ ഓണാഘോഷം. വടംവലി ഉൾപ്പെടെ വിവിധ നാടൻ കളികളുമായാണ് ജില്ലയിലെ വിവിധയിടങ്ങളിലെ ക്ലബ്ബുകളിലും മറ്റു കൂട്ടായ്മകളിലും ഓണം ആഘോഷിച്ചത്. ഇപ്പോഴും മിക്കയിടത്തും ഓണാഘോഷം തുടരുകയാണ്. സർക്കാരിന്റെ ഓണം വാരാഘോഷം ആസ്വദിക്കാൻ എത്തിയതോടെ നഗരത്തിലെ നിരത്തുകളും സജീവമായി. മലപ്പുറം ജില്ലാതല ഓണാഘോഷം മന്ത്രി P.K. കുഞ്ഞാലിക്കുട്ടി കോട്ടക്കുന്ന് ടൂറിസം പാർക്കിൽ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. വൈകുന്നേരം നടക്കുന്ന ചടങ്ങിൽ വിവിധ സാംസ്കാരിക പരിപാടികൾ അരങ്ങേറും. മന്ത്രിമാരായ P.K. ബഷീർ, A.P. അനിൽകുമാർ, K.M. ഷാജി എന്നിവർ പങ്കെടുക്കും. ഈ മാസം 30 വരെയാണ് പരിപാടി. സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പ്, DTPC, കോഴിക്കോട് ജില്ലാ ഭരണകൂടം എന്നിവയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ജില്ലാതല ഓണാഘോഷത്തിന്റെ ഭാഗമായി ജില്ലയുടെ സാംസ്കാരിക തനിമയും കലാപെരുമയുമെല്ലാം കോർത്തിണക്കിയാണ് ഇത്തവണത്തെ ഓണാഘോഷ പരിപാടികൾ. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു. നഗരത്തിലെ വിവിധ വേദികൾക്ക് പുറമെ ജലോത്സവം, ഘോഷയാത്ര, സാംസ്കാരിക സദസ്സ്, കലാവിരുന്ന് എന്നിവയും ഒരുക്കിയിട്ടുണ്ട്. ടൗൺ ഹാൾ വേദിയിൽ നാടകോത്സവവും മാനാഞ്ചിറയിലെ വേദിയിൽ യോഗ, മെഗാ തിരുവാതിര, പാവനാടകം എന്നിവയും സംഘടിപ്പിച്ചിട്ടുണ്ട്. 30 നടക്കുന്ന സമാപന സമ്മേളനം മന്ത്രി A.P. അനിൽകുമാർ ഉദ്ഘാടനം ചെയ്യും. വിനോദസഞ്ചാര വകുപ്പ് അനുവദിച്ച 40 ലക്ഷം രൂപയ്ക്ക് പുറമെ വിവിധ വ്യാപാര സ്ഥാപനങ്ങളുടെയും സംഘടനകളുടെയും പങ്കാളിത്തത്തോടെയാണ് ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത്. ഖേലോ ഇന്ത്യ ഡയലോഗിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വീഡിയോ കോൺഫറൻസിലൂടെ അഭിസംബോധന ചെയ്യും. 2026 ദേശീയ കായിക ദിനാഘോഷങ്ങളുടെ ഭാഗമായി മേര യുവഭാരത് ആണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. രാജ്യമെമ്പാടും ഓരോ ജില്ലയിലെ 2 കോളേജുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 137ാം പതിപ്പ് ഈ മാസം 30-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, MyGOV എന്നിവയിലൂടെയും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഈ മാസം 28 വരെ പങ്കുവയ്ക്കാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. നേപ്പാളിൽ വ്യാപക നാശം വിതച്ച മിന്നൽ പ്രളയത്തെ തുടർന്ന് നേപ്പാൾ പ്രധാനമന്ത്രി ബാലേന്ദ്ര ഷായുമായി സംസാരിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രളയത്തിൽ നിരവധി ജീവനുകൾ നഷ്ടപ്പെട്ടതിൽ ശ്രീ മോദി അനുശോചനം അറിയിച്ചു. നേപ്പാളിന് സാധ്യമായ എല്ലാ മാനുഷിക സഹായങ്ങളും നൽകാൻ ഇന്ത്യ സന്നദ്ധമാണെന്നും പ്രധാനമന്ത്രി അറിയിച്ചു. കോശി നദി കരകവിഞ്ഞുണ്ടായ മിന്നൽ പ്രളയത്തിലാണ് വടക്കൻ നേപ്പാളിൽ വ്യാപക നാശനഷ്ടങ്ങൾ സംഭവിച്ചത്. 9 മരണം സ്ഥിരീകരിച്ചു. 105 ഇന്ത്യക്കാരടക്കം 400ഓളം പേരെ കാണാതായി. പ്രളയ സാഹചര്യത്തെ നേരിടാൻ UP, ബീഹാർ സർക്കാരുകൾ മുന്നൊരുക്കങ്ങൾ ആരംഭിച്ചു. നേപ്പാളിലെ സാഹചര്യങ്ങൾ നിരീക്ഷിച്ചു വരികയാണെന്നും സംസ്ഥാന സർക്കാർ.
നേപ്പാളിലുള്ള മലയാളികളെ ബന്ധപ്പെടാൻ സാധിക്കുന്നില്ല എങ്കിൽ അക്കാര്യം മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ അറിയിക്കേണ്ടതാണ്. ബന്ധപ്പെടേണ്ട നമ്പറുകൾ 9411111844 അല്ലെങ്കിൽ 9747132147. മൺസൂൺ കാലത്ത് രാജ്യത്ത് H1N1 രോഗബാധ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ജാഗ്രതാ നിർദ്ദേശവുമായി ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ. വൈറസിന് പുതിയ വകഭേദങ്ങളൊന്നും സംഭവിച്ചിട്ടില്ലെന്നും ഭയപ്പെടേണ്ട സാഹചര്യമില്ലെന്നും രോഗലക്ഷണങ്ങൾ മിക്കവരിലും തനിയെ മാറുന്നതാണെന്നും IMA വ്യക്തമാക്കി. വൈറസ് രോഗമായതിനാൽ സ്വയം ചികിത്സ പാടില്ലെന്നും മുന്നറിയിപ്പുണ്ട്. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്കുള്ള ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്കേർപ്പെടുത്തി. ഇന്ത്യയ്ക്കെതിരായുള്ള രണ്ടാം ടെസ്റ്റ് ക്രിക്കറ്റ് 4ാം ദിനം കളി അവസാനിക്കുമ്പോൾ ശ്രീലങ്ക രണ്ടാം ഇന്നിംഗ്സിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 229 റൺ എന്ന നിലയിൽ. നിലവിൽ 16 റൺസ് ലീഡാണ് ശ്രീലങ്കയ്ക്കുള്ളത്. നേരത്തെ ശ്രീലങ്കയുടെ 1ാം ഇന്നിംഗ്സ് 290 റൺസിൽ അവസാനിച്ചിരുന്നു. ശ്രീനാരായണ ഗുരുജയന്തി ആഘോഷങ്ങൾക്ക് ഒരുക്കങ്ങൾ പൂർത്തിയായി. ജയന്തി ദിന സമ്മേളനം മറ്റന്നാൾ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ അധ്യക്ഷത വഹിക്കും. പാലക്കാട് റെയിൽവേ ഡിവിഷൻ വിഭജനത്തിൽ പ്രതിഷേധവുമായി UDF. മലബാറിലെ UDF MPമാർ ഇന്ന് നിരാഹാരം അനുഷ്ഠിച്ചു. പാലക്കാട് റെയിൽവേ ഡിവിഷനിൽ നിന്നും മംഗളൂരു സ്റ്റേഷൻ ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ മൈസൂരു ഡിവിഷനിലേക്ക് മാറ്റാനുള്ള റെയിൽവേ ബോർഡിന്റെ തീരുമാനം പുനഃപരിശോധിക്കണമെന്നാണ് ആവശ്യം. കണ്ണൂർ എളയാവൂരിൽ ദേശീയപാത 66ന്റെ മണ്ണിടിഞ്ഞ ഭാഗം പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ സന്ദർശിച്ചു. പ്രദേശം പരിശോധിച്ചതിനു ശേഷം അദ്ദേഹം കരാറുകാരുമായി സംസാരിച്ചു. മുൻമന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിയും ഒപ്പമുണ്ടായിരുന്നു. ശ്രീ C. സദാനന്ദൻ മാസ്റ്റർ MPയും മണ്ണിടിഞ്ഞ ഭാഗം സന്ദർശിച്ചു. BJP നോർത്ത് ജില്ലാ പ്രസിഡന്റ് KK വിനോദ് കുമാറിനൊപ്പമാണ് അദ്ദേഹം സ്ഥലത്തെത്തിയത്. മണ്ണിടിച്ചിലിന്റെ കാരണമെന്താണെന്നും ആരുടെ ഭാഗത്താണ് വീഴ്ച സംഭവിച്ചത് എന്നും പരിശോധിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. രാജ്യത്തെ ഓഹരി വിപണികൾ നഷ്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു. സെൻസെക്സ് 183 പോയിന്റ് താഴ്ന്ന് 77,473-ലും നിഫ്റ്റി 127 പോയിന്റ് താഴ്ന്ന് 24,208-ലും വ്യാപാരം അവസാനിപ്പിച്ചു. ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യയെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ. സുസ്ഥിര സാമ്പത്തിക വളർച്ച, വർദ്ധിച്ചുവരുന്ന ഉപഭോഗം, വികസിച്ചുകൊണ്ടിരിക്കുന്ന മൂലധന വിപണികൾ, എണ്ണത്തിൽ കൂടുതലുള്ള യുവജന സംഖ്യ എന്നിവ രാജ്യത്തിന് വലിയ അവസരങ്ങൾ പ്രദാനം ചെയ്യുന്നതായും ധനമന്ത്രി പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. നന്മയും സമൃദ്ധിയും നിറഞ്ഞ നല്ല നാളുകളുടെ ഓർമ്മകൾ പുതുക്കി തിരുവോണം ആഘോഷിച്ച് ലോകമെമ്പാടുമുള്ള മലയാളികൾ. ഖേലോ ഇന്ത്യ ഡയലോഗിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വീഡിയോ കോൺഫറൻസിലൂടെ അഭിസംബോധന ചെയ്യും. നേപ്പാളിൽ മിന്നൽ പ്രളയം, കാണാതായവരിൽ 100-ലധികം ഇന്ത്യക്കാരും. എല്ലാ സഹായവും വാഗ്ദാനം ചെയ്ത് ഇന്ത്യ. രാജ്യത്ത് H1N1 രോഗബാധ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ജാഗ്രതാ നിർദ്ദേശവുമായി IMA. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ മഴ മുന്നറിയിപ്പ് തുടരുന്നു. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഇന്ത്യയ്ക്കെതിരായ രണ്ടാം ടെസ്റ്റ് ക്രിക്കറ്റിൽ ഫോളോ ഓൺ ചെയ്ത ശ്രീലങ്കയ്ക്ക് 6 വിക്കറ്റ് നഷ്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.